ഈശോയിൽ പ്രിയമുള്ളവരെ, തിന്മയോടുള്ള പോരാട്ടം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കാം. നമുക്ക് ചുറ്റും ചില മനുഷ്യർ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാവാം, നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിലാവാം. അപ്പോൾ ഒരു ദൈവ മനുഷ്യൻ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്? അതാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ലൈഫിലും ഒരു മല കയറുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ചെയ്യാതിരുന്നത്. ഞാൻ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നിങ്ങൾക്കത് ഗുണം ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ശക്തരായ മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവരിലൂടെ നമുക്കുണ്ടാകുന്ന സംഘർഷങ്ങളെയും ഒരു ദൈവ മനുഷ്യൻ എങ്ങനെയാണ് നേരിടേണ്ടത്? ആദ്യം ഒരു കാര്യം ഓർക്കണം, മറ്റുള്ള മനുഷ്യന്മാരെ പോലെ അവനവൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടല്ല ദൈവത്തെ അറിഞ്ഞവൻ ഒരു പ്രശ്നത്തെയും നേരിടുന്നത്. അതിന് അവൻ്റെ ശക്തി ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ശക്തി കൂടെ ചേർന്നിട്ടാണ് അവൻ കാര്യങ്ങളെ തീരുമാനിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഏതൊരു യുദ്ധവും നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് എന്നൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം. അതായത് നിങ്ങൾക്ക് മുമ്പിലുള്ള വ്യക്തി എത്ര ശക്തനാണെങ്കിലും, എത്ര അധികാരത്തിൻ്റെ ഉന്നത മേഖലയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെക്കാളും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, സാമ്പത്തിക ശക്തമായിട്ടുള്ള ആളാണെങ്കിലും, എന്താണെങ്കിലും എനിക്കറിയാം പ്രാക്ടിക്കൽ ലൈഫിൽ ഇപ്പോൾ അധികാരമുള്ളവനും പണമുള്ളവനും രാഷ്ട്രീയ പിടിപാടുള്ളവനും ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ ഒരു ദൈവ മനുഷ്യന് അവൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു ഇടത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ടതും നിങ്ങൾക്ക് ബോധ്യം വരേണ്ടതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവേണ്ടതും എൻ്റെ ദൈവ മനുഷ്യൻ്റെ കൂടെ എങ്ങനെ നിന്നിട്ടാണ് ഈ തിന്മയൊക്കെ ഓവർകം ചെയ്തതെന്നാണ്. അപ്പോൾ എന്നേക്കാളും ശക്തരായ ഒരു 3-4 പേരോട് ഞാൻ യുദ്ധം ചെയ്യുന്ന പോലെ ഒരു അനുഭവത്തിൽ അതിൻ്റെ അത് അവരുടെ ഒന്നും കുഴപ്പമല്ല, അത് യുദ്ധമല്ല, അത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുകയും കുറച്ച് പേര് ഒന്നിച്ച് നമ്മളോട് അവർ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു അനുഭവം, അത് എന്നെ ദൈവം നിങ്ങളോട് പറയാൻ വേണ്ടി എനിക്ക് തന്നെ പഠിപ്പിക്കുന്നതാണ്. വ്യക്തികളുടെ കുറവായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. ഒന്ന്, നിന്നോട് ഞാൻ എന്താണ് ആവശ്യപ്പെടുന്നത് അതാണോ നീ ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് ഒരു എതിർപ്പുണ്ടാകുമ്പോൾ, നിങ്ങളെ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാകുമ്പോൾ, നിങ്ങളെ സംഘർഷത്തിലാക്കുന്ന മനുഷ്യരുണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ്. ഞാൻ ചെയ്യേണ്ടത് തന്നെയാണോ ഞാൻ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഈ വർഷം ദൈവം എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ, ആവശ്യമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നണമെന്നില്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കണം നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ദൈവം ഈ വർഷം എന്നോട് ഈ ഒരു കാര്യത്തിന് വേണ്ടി നീ വർക്ക് ചെയ്യണമെന്ന് പറയാമെന്ന് വിചാരിക്കും. ഒരു നേട്ടത്തിന് വേണ്ടി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പൊസിഷന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി ഈ വർഷം നീ ഇതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നിൽ നിന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. ആ സമയത്ത് ദൈവത്തിൻ്റെയും ഞാനും തമ്മിലുള്ള കണക്ഷൻ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പുണ്ട് ദൈവം എന്നിൽ നിന്ന് ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നെ റിഫ്ലക്റ്റ് ചെയ്യണം, എനിക്ക് തെറ്റ് പറ്റുന്നുണ്ടോ, എനിക്ക് എതിർപ്പുകൾ ഉണ്ടാകുന്നതും എനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതും എൻ്റെ തെറ്റുകൊണ്ടാണോ എന്ന് ഞാൻ ആദ്യം ഉറപ്പ് വരുത്തണം. എൻ്റെ തെറ്റുകൊണ്ടാണെങ്കിൽ ആ യുദ്ധത്തിന് പോകരുത്. കാരണം ദൈവം കൂടെ ഉണ്ടാവില്ല, നിങ്ങൾ തോൽക്കും. അതായത് പഴയ നിയമത്തിൽ നമ്മൾ ഒരു ആവശ്യമില്ലാത്ത വസ്തുക്കൾ എടുത്തു കൊണ്ടുവരരുത് എന്ന് ദൈവജനത്തോട് പറഞ്ഞിട്ടും അവരത് എടുത്തു കൊണ്ടുവരികയും, അതായത് ദൈവത്തിന്റെ ഹിതമല്ല അവരവിടെ ചെയ്തത്, അതുകൊണ്ട് അവർക്ക് പരാജയം ഉണ്ടാകുന്നു. സോ ദൈവഹിതമുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ഈ 2026 എന്നല്ല, നിങ്ങൾ ഏത് ജനറേഷൻ ആണെങ്കിലും ജീവിക്കാൻ വേണ്ടതൊക്കെ ഈ ബൈബിളിലുണ്ട്. ഇത് അറിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പതർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഒപ്പമാണ്, ദൈവം നിങ്ങളുടെ ഒപ്പമാണ്, ദൈവത്തിന്റെ ഹിതമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, സത്യത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങോട്ട് ഇസ്രായേൽ ജനത്തോട് അങ്ങോട്ട് യുദ്ധത്തിന് പോകുമ്പോൾ നീ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവം എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് അത്, ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. പിന്നെ അവിടെ ഒരു ചഞ്ചലചിത്തൻ ആവേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഇനിയിപ്പോ അവരുമായിട്ട് നമുക്ക് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ആവാം, ഇനിയിപ്പോ എങ്ങാനിത് വർക്ക് ആയില്ലെങ്കിലോ, അങ്ങനത്തെ ഒരു ചിന്തയുടെ ആവശ്യം അവിടെ ഇല്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കാര്യം, ഇപ്പൊ ഇന്നേ ദിവസം നിന്നെ ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജർ ആക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ എനിക്ക് എൻ്റെ ജോലികളൊക്കെ നന്നായി ചെയ്യുക, ഞാൻ ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻസ്, അതിന് വേണ്ട ക്വാളിറ്റിയിലേക്ക് ഞാൻ വളരുക, ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അതാണ് എൻ്റെ ഹാർഡ് വർക്കിംഗ്. ഞാൻ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്, ഞാൻ അത് ഡിസർവ് ചെയ്യുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പാർട്ട് ഞാൻ ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചഞ്ചലത്തിലായിട്ട് ഞാൻ ഇനി വേറെ ആരെങ്കിലും കണ്ട് ഒരു ഇതിന് വേണ്ടി പോണോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും പ്രീതിപ്പെടുത്താൻ വേണ്ടി കുറച്ച് കോംപ്രമൈസുകൾ ചില കാര്യങ്ങളിൽ ചെയ്താലോ? നിങ്ങളുടെ സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇത് ആവശ്യമുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇച്ചിരി ഇത് എക്സ്പീരിയൻസുകളായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് പാടാണ്. ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, നിങ്ങളുടെ സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ചഞ്ചലചിത്തരാവാൻ പാടില്ല.
മൂന്നാമത്തെ കാര്യം, തിന്മയുടെ ആക്രമണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിൽ വ്യക്തികൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ അതുപോലെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു ഡിസൈനിങ് ഉണ്ട്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഡിസൈനിങ് ഉണ്ട്. അതിലൂടെ നിങ്ങൾ കടന്നു പോയാൽ മാത്രമാണ് ഈ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന സ്വർണത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. അതായത് 2026 എന്നെ എതിർക്കുന്ന, എന്നെ ഇഷ്ടമില്ലാത്ത ഒരു 10 പേര് എനിക്ക് ചുറ്റും ഉണ്ടാവണം. ഇവരോടൊക്കെ ഉള്ള എന്റെ സംഘർഷങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് എനിക്കൊരു സക്സസ് ഉണ്ടാകേണ്ടത് എന്ന് എന്റെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 പേര് എന്തായാലും എന്റെ ജീവിതത്തിലേക്ക് വരും. അതിനെ എനിക്ക് തടയാൻ പറ്റില്ല. അത് അങ്ങനെയാണ് വേണ്ടതെന്നാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ്, നിങ്ങളുടെ ബോധ്യങ്ങൾ തരാനാണ്, നിങ്ങളെ വളർത്താനാണ്. അപ്പം സംഭവിക്കേണ്ടത് സംഭവിക്കും. അത് എന്തായാലും വരും. അത് നിങ്ങളുടെ കഴിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശ സമയമായതുകൊണ്ടോ ഒന്നും അല്ല. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് വ്യക്തികളുടെ കുറവുകളായിട്ട് എടുക്കരുത്. അതൊരു ഒന്നെങ്കിൽ അത് ഒരു തിന്മയുടെ നിങ്ങളുടെ വളർച്ചയ്ക്ക്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ വളർച്ചയ്ക്ക് മുന്നോട്ട് പോകുന്നതിൽ നിന്നും നിങ്ങളെ തടഞ്ഞ് ദൈവം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആ പർപ്പസിലേക്ക്, ആ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി തിന്മയുടെ ശക്തികൾ മനുഷ്യന്മാരിലൂടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങളെ മുന്നോട്ട് പോകാതെ തടയുകയും ചെയ്യും. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു തടസ്സവും ഇല്ല. ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട പാട്ട് നിങ്ങൾ നന്നായി ചെയ്ത് മുന്നോട്ട് പോയാൽ അവിടെ സക്സസ് ഉണ്ടാവും. അവിടെ നിങ്ങൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ എടുത്ത് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആരെയും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, അപ്പൊ അത് ഉണ്ടാവും. അപ്പൊ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കണമെന്നുള്ള ഒരു ഇതുണ്ട്. അത് ഇങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് സക്സസ് തരില്ല. അതായത് ഇപ്പൊ നമുക്ക് ചോദിക്കാം, ഇപ്പൊ എന്തിനാണ് ഈ 10 പേര് അല്ലെങ്കിൽ കുറച്ച് പേര് എന്നെ എതിർക്കുന്നത്, എന്നെ തടസ്സം വെക്കുന്നത് എന്തിനാ? ഞാൻ അതല്ലാതെ എനിക്ക് സക്സസ് തന്നൂടെ? അതിൽ കാര്യമില്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ അടുത്ത ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ നിങ്ങൾ ഇപ്പൊ അനുഭവിച്ച ഈ സംഘർഷങ്ങൾ നിങ്ങൾക്ക് ഒരു ഇതാണ്, എന്താ പറയാ, സേവിങ്സ് ആണ്. നിങ്ങൾക്ക് ഇനിയും വലിയ ചാലഞ്ചുകൾ ലൈഫിൽ വരുമായിരിക്കും. നിങ്ങൾക്ക് ഇനിയും ദൈവം നിങ്ങളെ എടുത്ത് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി തന്നെയാണ് നിങ്ങൾ സക്സസ് നേരിടേണ്ടത്, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകേണ്ടത്. അത് നിങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയാണ്. അപ്പം ഈ വളർത്തലുകളൊക്കെ പ്രത്യക്ഷത്തിൽ വേദനാജനകമായും സംഘർഷങ്ങൾ നിറഞ്ഞതാണെന്ന് തോന്നിയാലും നിങ്ങൾ അതിലൂടെ കടന്നു പോകണം. ദൈവത്തിന്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒരു റിവാർഡ് കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം, പേടിക്കാൻ പാടില്ല. രാജ്ഞി വന്ന് രാജ്ഞി പ്രവാചകനെ പരീക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. അപ്പോ പ്രവാചകൻ വിറക് കൊണ്ട് വെക്കുന്നു, അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തൊരു ചങ്കുറപ്പാണല്ലേ! അത് നമുക്കും ഉണ്ടാവണം. നമ്മൾ ഇവിടെ ആരും പേടിക്കാൻ പോകുന്നില്ല. മനുഷ്യൻ പേടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസക്കുറവാണ് കാണിക്കുന്നത്. എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് 2026 എന്നെ ഇങ്ങനെ ഉയർത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനത് തടയാൻ പറ്റില്ല. അവൻ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അവർക്ക് എന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്നെ തളർത്താനോ തകർത്താനോ സാധിക്കില്ല. കാരണം ദൈവമാണ് എന്നെ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നത്? ഇത്രയും ശക്തനായ ഒരു ദൈവം എനിക്ക് ഉണ്ടായിട്ട് ഞാൻ മനുഷ്യന്മാരെ പേടിച്ച് പൊത്തിലൊളിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിട്ടുള്ളത്. ദൈവം എനിക്ക് വേണ്ടി ജനതകളെ ശാസിക്കുന്നു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എനിക്ക് വേണ്ടി ജനതകൾ, അതൊക്കെ നടക്കുമോ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞവൻ ദൈവമാണ്. അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ സർവശക്തനാണ്. അവനെ ഈ ലോകത്തെ എന്താ പറയാ, കൈക്കുമ്പിളിൽ അളക്കുന്നവനാണ്. ആകാശവിധാനത്തെ ചാണിൽ അളക്കുന്നവനാണ്. വിരലുകൊണ്ട് അളക്കുന്നവനാണ്. ഇപ്പൊ മണൽത്തരികൾ പോലെ മാത്രമായിരിക്കും ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ എന്നുള്ളത് ഒരു പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. അതായത് മനുഷ്യന് അവനവനതായിട്ടുള്ള കഴിവും ശക്തിയും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും സർവശക്തന്റെ മുമ്പിൽ അവനൊരു സൃഷ്ടി തന്നെയാണ്. സോ ഒരു മനുഷ്യനെ പേടിച്ച് നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതിരിക്കരുത്. അത് ശരിയല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കണം. മുന്നോട്ട് തന്നെ പോണം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഫറവ ശക്തനല്ലായിരുന്നോ? മോശ വിക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ കൊണ്ടുപോവാന്ന് പറഞ്ഞത് ദൈവമാണ്. അവിടെ ഈ കടൽ വിഭജിക്കാനോ ഇവരെയൊക്കെ മുക്കിക്കളയാനോ യുദ്ധം ചെയ്ത് ജയിപ്പിക്കണമെങ്കിൽ അങ്ങനെ ജയിപ്പിക്കാനോ ഒക്കെ ദൈവത്തിന് പറ്റും. ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന്റെ പാട്ട് ദൈവം ചെയ്യും. നമ്മുടെ പാട്ട് നമ്മൾ ചെയ്യുക. നമ്മള് ഇപ്പൊ എന്നോട് ഈ വർഷം മിണ്ടാതിരിക്കാൻ, കഴിഞ്ഞ വർഷം എന്നോട് ദൈവം പറഞ്ഞത് മിണ്ടാതിരിക്കാനാണ്, അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തുടങ്ങിയപ്പോൾ ദൈവം എന്നെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് മുന്നോട്ട് പോകണം, തടസ്സങ്ങൾ ഉണ്ടാവും, നീ മുന്നോട്ട് പോയി നിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സംഘർഷങ്ങളും സ്ട്രഗിൾസ് ഉണ്ടാവുകയാണ്. അപ്പൊ എനിക്കറിയാം ഇതൊക്കെ ദൈവം തന്നെയാണ് ഇതൊക്കെ എന്റെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്റെ ശക്തി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ എന്റെ മെന്റൽ പവർ വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടി ദൈവം തന്നെ ഇത് അറേഞ്ച്, ദൈവം തന്നെയാണ് നമ്മുടെ ലൈഫിൽ പലപ്പോഴും പലതും അറേഞ്ച് ചെയ്യുന്നത്. മറ്റൊന്ന്, ദൈവം ദൈവത്തിന്റെ പദ്ധതികൾ എതിർക്കുന്ന മനുഷ്യന്മാരും ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് കീഴടക്കാൻ പറ്റുമെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ മനുഷ്യരെ പേടിക്കരുത്.
എനിക്ക് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ഞാനത് സമ്മതിക്കുന്നു. എനിക്ക് വീട്ടിലെ ഒരു സാധാരണ സ്ത്രീ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ വളരെ അനായാസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടും എനിക്കറിയാം. ഇപ്പൊ വീട്ടിലെ കാര്യം ചെയ്യേണ്ടെന്ന് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് എന്റെ ജീവിതത്തിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്, നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവർ നിങ്ങളിൽ ആസക്തി, ഇപ്പൊ പലപ്പോഴും ഞാൻ ഒരു കുറവുള്ള ഒരാളായിട്ട് കാണപ്പെടുന്നു, ബലഹീനതയുള്ള ഒരാളായിട്ട് കാണപ്പെടുന്നു. ഡസന്റ് മാറ്റർ. എന്റെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഞാനോ ആ ഒരു പ്ലാനിലാണോ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്മാരുടെ കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങളെ കാണുക, മനുഷ്യന്മാരെ പേടിക്കുക, മനുഷ്യന്മാരെ പേടിച്ച് ദൈവം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. യോനാ പ്രവാചകന് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ മനുഷ്യന്മാരെ പേടിച്ച് മുന്നോട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി സ്ട്രഗിൾ ഉണ്ടാവും. അപ്പം ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ ചെയ്യണം. അതിന് വേണ്ട ചങ്കുറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ സ്ത്രീകളുടെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതുണ്ടല്ലോ, നമ്മളൊക്കെ ഇമോഷണൽ ബീയിങ്സ് ആണ്. അപ്പൊ ലൈഫിൽ നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും, പേടിയും മുന്നോട്ട് പോകാൻ. പുരുഷന്മാരെയും കുറച്ച് പേടിയൊക്കെ ഉള്ളവർ തന്നെയാണ് സ്ത്രീകൾ. ശക്തരായ മനുഷ്യരൊക്കെ കാണുമ്പോൾ. പക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ദൈവിക ചിന്ത. എസ്തേർ രാജ്ഞിയുടെ കഥ നിങ്ങൾക്ക് അറിയാലോ. യൂഥത്തിന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ. ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ജനതയെ നയിക്കാൻ വേണ്ടി ദൈവാത്മാവ് സ്ത്രീയിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന സ്ത്രീകളൊക്കെ ശക്തർ തന്നെയാണ്. ശക്തരായ സ്ത്രീയെ സ്വീകരിക്കാൻ ഈ ലോകത്തിന് പറ്റില്ല. ഇതൊരു പ്രത്യേകിച്ച് ഇന്ത്യയിലെ കൾച്ചർ എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ കൾച്ചറാണ്. വട്ട് എവർ ഇറ്റ് ഈസ്. ദൈവം ഒരു സ്ത്രീയെ എടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളെ ഒരു നല്ല പൊസിഷനിലേക്ക് കൊണ്ട് അവളിലൂടെ അവൾ നയിക്കപ്പെടണം, അവളെ നയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റീസിലേക്ക് കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സംഗതിയാണ് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിച്ച ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ഇനി പുരുഷന്മാരിലാണെങ്കിലും ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലായ്മ അനുഭവിക്കുന്ന മനുഷ്യന്മാർ, അത് പുരുഷന്മാരാണ് സ്ത്രീ ആണെങ്കിലും, ഏറ്റവും ഉത്തമമായ ഹെൽപ്പാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിന് നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഞാൻ എന്താണെന്നാണ് മറ്റുള്ളവർ പറയുന്നത് അതെന്നല്ല. അത് നോക്കിയിരുന്ന എവിടെയാണ് അങ്ങനെ നോക്കിയിരുന്ന ഏതെങ്കിലും മനുഷ്യന്മാർ സക്സസ്ഫുൾ ആയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുക, നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഒരു ഒരു പ്രസൻസ് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ദൈവം എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ ഏതൊരു യുദ്ധത്തിന് പോകുമ്പോഴും ഇസ്രായേൽ ജനം ഉറപ്പ് വരുത്തിയിരുന്നത് ദൈവത്തിന്റെ പ്രസൻസ് ആണ്. അവിടെ ഉള്ളവരൊക്കെ മല്ലന്മാരായിരുന്നു. അവര് ജയിച്ചത് ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു വചനമാണ്. അവര് ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിച്ചു. ഞാനും എന്റെ കൂടെയുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നത്. എനിക്ക് ശക്തിയില്ല, ഞാൻ ദുർബലയാണ്, എന്നെ കണ്ടാൽ തന്നെ അല്ലെ ഒരു ചെറിയൊരാളാണ്. പക്ഷെ അതല്ല എന്റെ ശക്തി. എന്റെ ശക്തി എന്ന് പറയുന്നത് എനിക്കൊരു അപ്പനുണ്ടെന്നുള്ള ധൈര്യമാണ്. എനിക്കൊരു ദൈവം ഉണ്ടെന്നുള്ള ഒരു ധൈര്യമാണ്. സോ ജീവിതത്തിന്റെ എന്ത് പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ വിശ്വാസം കൈവിടാതിരിക്കാൻ നമുക്ക് പറ്റണം. ഇത് എന്റെ കഴിവ് കൊണ്ടല്ല, ഇതെന്റെ ദൈവത്തിന്റെ കഴിവ് കൊണ്ടാണ്. ഇതെന്റെ ദൈവത്തിന്റെ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പോരാടാൻ പോകുന്നത്. ഞാൻ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഫേസ് ഉണ്ട്. ഇപ്പൊ നിങ്ങള് കുറെ പേര് യുദ്ധം കൊടി പിടിക്കുന്നതായിട്ടും സമരം ചെയ്യുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ടായിരിക്കും. അത് ലോക മനുഷ്യന്റെ ഭാഷയാണ്. അത് അവരങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് അവരങ്ങനെ ചെയ്യട്ടെ. പക്ഷെ നമ്മളെപ്പോലെ ദൈവത്തെ അറിഞ്ഞ കുറച്ച് ഒരു ചെറിയ ഗണമുണ്ടല്ലോ, ആ ഗണത്തിന് ഇങ്ങനെയാണ് പ്രതിസന്ധി നേരിടേണ്ടത്. അത് വ്യക്തികളിലൂടെ വരുന്നതാണെങ്കിലും വ്യക്തികളിലൂടെ വരുന്ന പൈശാചികമായ ശക്തികളാണെങ്കിലും ഒരു സ്വർഗം കൂടെയുണ്ട്, ഒരു ദൈവം കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, ദാസന്റെ കണ്ണ് തുറപ്പിക്കാൻ പറഞ്ഞില്ലേ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ തലയിൽ നിൽക്കണം. അപ്പൊ പറഞ്ഞില്ലേ, ഇവന് ആൾക്കാര് വരുവാണ്, സൈന്യം വളഞ്ഞു പ്രവാചകനെ. അപ്പം ദാസന്റെ കണ്ണുകൾ തുറന്നു കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുക. അപ്പം ഈ സൈന്യത്തെക്കാളും വലിയൊരു സൈന്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ട്. ഇതൊക്കെ അറിയുന്ന ഒരു ദൈവ മനുഷ്യൻ എവിടെയാണ് പതറേണ്ടത്? അപ്പം എന്താണ്, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വലിയ ഗണം എനിക്ക് ചുറ്റുമുണ്ട്. എന്റെ കൂടെയുള്ളവൻ സർവശക്തനാണ്. എനിക്ക് വേണ്ടി ആകാശം തുറന്ന് മഴ പെയ്യിപ്പിച്ച പ്രവാചകന്റെ കഥയിലെ ദൈവത്തിന്റെ പവർ നിങ്ങൾ ഓർക്കണം. ഇമ്പോസിബിൾ എന്ന് കരുതുന്നിടത്ത് പോലും ദൈവത്തിന് ഇടപെടാൻ പറ്റും. അവൻ ആകാശ വിധാനത്തെയൊക്കെ ചാണിൽ അളക്കുന്നവനാണ്. അവന്റെ വലിപ്പം എന്താണ്? അവനാണ് എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. മുമ്പിലുള്ള മനുഷ്യന്റെ പവർ അല്ല, എന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാളും വലിയവനാണ്. അവനിൽ ആശ്രയിച്ചുകൊണ്ടാണ്, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരും പേടിക്കാൻ പോകുന്നില്ല. ഇന്ന് മുതൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുകയാണ്. തെറ്റുകളൊക്കെ തിരുത്തണം, കുറവുകളൊക്കെ മാറ്റണം, ശ്രമിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധിയിൽ ജീവിക്കാനും തെറ്റ് ചെയ്യാതിരിക്കാനും ഇതെല്ലാം ശ്രമമാണ്. എനിക്കും തെറ്റുകൾ പറ്റാറുണ്ട്. ഇതെല്ലാം ശ്രമമാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തെറ്റുപറ്റും തോന്നിയാൽ കുമ്പസാരിക്കുക, തിരുത്തുക, ഇതൊക്കെ ശരിതാണ്. പക്ഷെ മനുഷ്യരെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ഓടി ഒളിക്കുന്നില്ല. അത് ദൈവ മനുഷ്യന് ചേർന്നതല്ല. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.